അന്ത്യോക്യ സഭ ഒരുപാട് ദൈവദാസന്മാരും പ്രവാചകന്മാരും ഉപദേഷ്ടക്കന്മാരൊക്കെ ഉണ്ടായിരുന്ന സഭയാണ് അന്ത്യോക്യ സഭ. ഈ അന്ത്യോക്യ സഭയിൽ അവർ ആരാധിക്കുകയും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത് എന്തിനു വേണ്ടിയാ? ദൈവത്തിൻ്റെ ഒരു ശബ്ദം കേൾക്കണം. എന്തിനു വേണ്ടിയാണ് ആ ശബ്ദം കേൾക്കുന്നത്? ആദിമസഭയാണ്, സഭ തുടങ്ങിയിട്ടുള്ളൂ. സഭയുടെ പ്രവർത്തനം, ദൈവവേല ശക്തമായി നടക്കണം, സുവിശേഷ പ്രവർത്തനം നടക്കണം, ഒരുപാട് സഭകൾ ഉണ്ടാകണം, ആളുകൾ രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം. പക്ഷേ ഈ സുവിശേഷ വേല ചെയ്യാൻ ആര് വേണം? വേലക്കാര് വേണം. യേശു അതല്ലേ പറഞ്ഞത്? കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. വിളഞ്ഞ് നെൽക്കതിരുകളെല്ലാം വിളഞ്ഞു കിടക്കുന്ന പാടങ്ങളാണ് നമുക്ക് ചുറ്റും. പക്ഷേ വേല ചെയ്യാൻ ആരില്ല, വേലക്കാരില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നമ്മൾ മലയാളികളാണ്, 3.5 കോടി മലയാളികളുള്ള ഒരു കേരള സംസ്ഥാനത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെയുള്ള മലയാളികൾ വിചാരിച്ചാൽ ഇവിടെയുള്ള എല്ലാ ജോലിയും ചെയ്യാൻ പറ്റും, സൂപ്പറായി ചെയ്യാൻ പറ്റും, എല്ലാവർക്കും നല്ല കാശും ഉണ്ടാക്കാം. പക്ഷെ ഇവിടെയുള്ള മലയാളികൾ പണി ചെയ്യില്ല. എവിടെ നോക്കിക്കോ, മലയാളികളെ ആക്ഷേപിക്കുകയല്ല, കുറ്റം പറയല്ല, ഇവിടെ കഷ്ടപ്പെടാൻ ബഹുഭൂരിപക്ഷം മലയാളികളും തയ്യാറല്ല. ഇവിടെ കഷ്ടപ്പെട്ടാൽ മതി, ഇവിടെ ശരിക്കും കഷ്ടപ്പെട്ടാൽ മതി, ഇവിടെ തന്നെ അവർക്ക് കാശുണ്ടാക്കാം. ഒരു ഗൾഫിലും പോകണ്ട, ഒരു അമേരിക്കയിലും പോകണ്ട. ഒരു മേസ്തിരിക്ക് ഇപ്പോൾ ഏകദേശം 1500 രൂപയോളം കിട്ടുന്നതാണ്. അപ്പൊ ഡെയിലി ആ മനുഷ്യൻ ജോലിക്ക് പോയാൽ ഒരു 10-50,000 രൂപ അയാളുടെ കയ്യിലിരിക്കും. പോരെ? ഏതെങ്കിലും ഗൾഫിൽ പോണോ? ഏതെങ്കിലും യൂറോപ്യൻ രാജ്യത്ത് പോണോ? അങ്ങനെ വീട്ടിലുള്ള 2-3 പേര് ഇതേപോലെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവർ പെട്ടെന്ന് പണക്കാരാവും. അതിനുള്ള കഴിവുള്ളവർ ഇവിടെ ഉണ്ട്. പക്ഷേ അനങ്ങാൻ തയ്യാറല്ല. കാരണം വിയർത്തൊലിച്ച് കഷ്ടപ്പെട്ട് വെയിൽ കൊണ്ട് മഴ കൊണ്ട് ജോലി ചെയ്യേണ്ടി വരും, എന്നാലേ കാശ് കിട്ടുള്ളൂ. പക്ഷെ ഇവിടെ നിന്ന് മലയാളികൾ ഗൾഫിലേക്കും മറ്റു രാജ്യങ്ങളിലേക്ക് പോയിട്ട് മഴ കൊള്ളാനും വെയിൽ കൊള്ളാനും കഷ്ടപ്പെടാനും എന്ത് ജോലി ചെയ്യാനും തയ്യാറാണ്. ഇവിടെ അഭിമാനമാണ് പ്രശ്നം. പക്ഷേ ബംഗാളികളായിരിക്കുന്ന ആളുകൾ ഇവിടെ വന്ന് കേരളം മുഴുവനും എല്ലാ മണ്ഡലങ്ങളിലും അവർ അധ്വാനിക്കുന്നു. കോടിക്കണക്കിന് രൂപയാണ് അവരുടെ ബംഗാളിലുള്ള വീടുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ഇവിടെയുള്ള മലയാളി പറയും പണിയില്ല, ജോലിയില്ല. ചില ആളുകൾക്ക് മെയ് അനങ്ങാതെ കാശ് വേണം. അതിനുവേണ്ടി റിയൽ എസ്റ്റേറ്റ് പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങും. ആ സ്ഥലവും ഈ വീടും ഒക്കെ കാണിച്ചിട്ട് അതിലൂടെ എന്തെങ്കിലും കിട്ടണം. അപ്പോൾ ശരീരം അനങ്ങണ്ടല്ലോ, ബുദ്ധിമുട്ടുണ്ടല്ലോ, ചൂണ്ടിക്കാണിച്ചാൽ മതിയല്ലോ. 1-2 റിയൽ എസ്റ്റേറ്റ് പരിപാടിയൊക്കെ നടന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ വലിയ റിയൽ എസ്റ്റേറ്റ് കൂടുതൽ കമ്പനിയായി. അപ്പൊ എല്ലാത്തിനും ഷെയർ കിട്ടും. ഇത് കിട്ടിയാലും എന്താ ഗുണം? ഏതെങ്കിലും മൈതാനത്തോ പറമ്പിലോ ആൾ താമസമില്ലാത്ത വീട് പോയിട്ട് മദ്യപിക്കലാണ് പരിപാടി. എന്നിട്ട് പറയും പണിയില്ല, കാശില്ല, ഒന്നുമില്ല. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള അനുഭവത്തിലൂടെ നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഇവിടെയുള്ളവർ വേല ചെയ്യാത്തത് കൊണ്ട്, അധ്വാനിക്കാത്തത് കൊണ്ട് അന്യ സംസ്ഥാനത്തുള്ള ആളുകൾ ഇവിടെ വന്ന് അധ്വാനിച്ച് കാശ് കൊണ്ടുപോവുകയാണ്. ഇതുപോലെ ദൈവവേല നമ്മുടെ ചുറ്റും കിടക്കുകയാണ്. കൊയ്യാൻ പാടശേഖരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പക്ഷേ അത് കൊയ്തെടുക്കാൻ ആരില്ല, വേലക്കാരില്ല. ഈ ഒരു അനുഭവം അന്ത്യോക്യ സഭ അഭിമുഖീകരിക്കുകയാണ്. ദൈവവേല മുന്നോട്ട് കൊണ്ടുപോകണം, ദൈവവേലക്കാർ വേണം. ഇന്നത്തെ പോലെ ബൈബിൾ കോളേജും ട്രെയിനിങ് സെന്ററും ഒന്നും അന്നില്ല. ആകപ്പാടെ ഉള്ളത് ഈ അപ്പോസ്തലന്മാരും ഇവരെല്ലാം ചേർന്നുള്ള ആ കൂട്ടായ്മകൾ മാത്രമാണ്. അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവവേലക്കുള്ള തടസ്സങ്ങൾ മാറി. അപ്പോൾ ഉപവസിക്കും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ എന്ത് തടസ്സം മാറും? ദൈവവേലക്ക് മുന്നിലുണ്ടാകാവുന്ന തടസ്സങ്ങൾ മാറി ദൈവവേലക്കുള്ള ദൈവവേലക്കാരെ ദൈവം തരുവാനിടയാകും. അങ്ങനെ പരിശുദ്ധാത്മാവ് സഭയിൽ വെച്ച് സംസാരിച്ചു. 2 പേരെ ദൈവവേലക്കാരായി ദൈവം തമ്പുരാൻ തന്നെ തിരഞ്ഞെടുത്തു.
പൗലോസും ബർന്നബാസും. ആ ദൈവദാസന്മാരെല്ലാം ഉപവസിച്ച് പ്രാർത്ഥിച്ച് കൈവച്ച് അവരനുഗ്രഹിച്ച് പറഞ്ഞയച്ചു. പിന്നീട് നമ്മളൊന്ന് നോക്കിക്കോ, ഈ 2 ദൈവദാസന്മാർ ശക്തമായ പ്രവർത്തനങ്ങൾ അവരുടെ പോയ എല്ലാ മേഖലകളിൽ ചെയ്തു. അവർ യൂറോപ്പിൽ പോയി. പ്രത്യേകിച്ച് പൗലോസിനെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം 3 മിഷണറി യാത്രകൾ നടത്തി. ഒരുപാട് സഭകൾ ആ മനുഷ്യൻ സ്ഥാപിച്ചു. അനേകായിരങ്ങൾ രക്ഷിക്കപ്പെട്ടു, സ്ഥാനപ്പെട്ടു, യേശുവിന്റെ നാമം മഹത്വപ്പെടുവാനിടയായി. അപ്പോൾ സഭ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ദൈവവേലയുടെ മുന്നിലുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറിപ്പോയത്. അങ്ങനെ നിങ്ങൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉപവസിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ഈ വേലക്ക് മുന്നിലുള്ള, ഈ വേലക്ക് പിന്നിലുള്ള എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ, നമ്മൾ പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ആ തടസ്സങ്ങൾ ഒന്നൊന്നായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ മുറ്റത്തുള്ള കളകൾ പറിച്ച് ദൂരെ കളയുന്ന പോലെ പരിശുദ്ധാത്മാവ് നമ്മുടെ പ്രാർത്ഥനയിലൂടെ, നമ്മുടെ ഉപവാസത്തിലൂടെ അത് ചെയ്യുവാൻ തക്കവണ്ണം ഇടവരുത്തും. ആ ഒരു വിശ്വാസത്തോടുകൂടെ ഉപവസിക്കാനും പ്രാർത്ഥിക്കുവാനും നമുക്ക് കഴിയണം.